തുടങ്ങാവോ? യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഞങ്ങൾ 2-ാം തീയതി തന്നെ പ്രഖ്യാപിച്ചു. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൌക്കത്താണ്. ആര്യാടൻ ഷൌക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായും അതുപോലെ നിരവധി മേഖലകളിൽ കലാരംഗത്തും മറ്റും ശോഭിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങൾ മത്സരിപ്പിക്കുന്നു. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ ആര്യാടൻ ഷൌക്കത്ത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ക്ഷീണവുമില്ല, യാതൊരു വിധത്തിലുള്ള ക്ഷീണവുമില്ല. കുറെ കൂടി ശക്തി ഞങ്ങൾക്ക് പ്രാപിക്കുന്നു എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ല, ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ശ്രീ അൻവർ ഇവിടെ മത്സരിക്കുന്നുവെങ്കിൽ അൻവർ ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഭരണത്തിനെതിരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അപകടമുണ്ടാകുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ LDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ LDF സ്ഥാനാർത്ഥിക്കായിരിക്കും അതിന്റെ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ പറയാനുള്ളത്, ഞങ്ങൾ അൻവറിനെ കണ്ടുകൊണ്ടല്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, UDF അഭിപ്രായങ്ങൾ പറയുന്നത് അൻവറിനെ കണ്ടുകൊണ്ടല്ല. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്ന ഈ സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരം ആയി ഞങ്ങൾ ഇതിനെ കാണുകയാണ്. ആ ജനവികാരമായി കണ്ടുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ആ പ്രവർത്തന രംഗത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ശ്രീ ആര്യാടൻ ഷൌക്കത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വിജയിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞങ്ങൾ അർദ്ധരാത്രിയിലൊന്നും പോയി ആരെയും കാണാനും എടുക്കാനൊന്നും പോയിട്ടില്ല. ഇപ്പോ വ്യക്തിപരമായിട്ടുള്ള സൗഹൃദവും ബന്ധങ്ങളും ഒക്കെ പലർക്കും ഉണ്ടാവും. ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് എവിടെയൊക്കെ പോയി എന്ന് നിങ്ങളടുത്ത് പറയാൻ പറ്റുമോ? നിങ്ങളടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ പല ആളുകളെയും കാണാൻ പോയി. ഞാൻ കാണാൻ പോയത് സൗഹൃദ ബന്ധം പുലർത്തുവാനും അതേപോലെ തന്നെ UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടാനും പോയിരിക്കുന്നത്. ഞാൻ നിങ്ങളടുത്ത് പറയാൻ പറ്റുമോ ഞാൻ ഇന്ന ആളെ കണ്ടു, ഞാൻ അവരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും എവിടെയെങ്കിലും പോയി കാണും. അല്ല, നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞും പിന്നെയും സമയമുണ്ട്. അതുകൂടെ അറിയണം, അതുകൂടെ ഓർക്കണം. അതെ, പിന്നെ ഈ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നോമിനേഷൻ പിൻവലിക്കുന്നതിനുള്ള സമയം കൂടിയുണ്ട്. ആ സമയം കഴിഞ്ഞാൽ ശക്തമായി ഈ കാര്യത്തിൽ പ്രതികരിക്കും. നോമിനേഷൻ പിൻവലിക്കുന്നവരെ കാത്തിരിക്കുമെന്ന് നിങ്ങൾ ഈ ചാനലിലൂടെ ഒന്നും വർത്തമാനം പറയണ്ട. ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ ആര്യാടൻ ഷൌക്കത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട. നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ വാതിൽ അടച്ചുവെന്നും വാതിൽ തുറന്നുവെന്നും ഒന്നും ഞങ്ങൾ പറയുന്നില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നോമിനേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 2-ാം തീയതിയാണ്. 2-ാം തീയതി നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പിൻവലിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റും ഉണ്ട്. അതുകൂടെ കഴിഞ്ഞാലേ ആരൊക്കെ സ്ഥാനാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമാകത്തുള്ളൂ. അതിനൊക്കെ ശേഷം പ്രതികരിക്കാം.
അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ. ഞാൻ എന്റെ അഭിപ്രായം പറയുമ്പോൾ UDFന്റെ അഭിപ്രായം എന്നുള്ള നിലയിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ എന്തൊക്കെ മാറ്റി മറിച്ച് എന്നോട് ചോദിച്ചാലും അല്ലല്ല ചെയർമാനും കൺവീനറും ഒന്നും രണ്ട് അഭിപ്രായമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങളുടെ അഭിപ്രായം ഒന്നേ ഉള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും പരമോന്നതമായ തെളിവാണ്. അല്ലേ, എല്ലാവരോടും ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയുന്നത്? അത് തന്നെ, അത് ഞാൻ പറഞ്ഞല്ലോ. യുഡിഎഫിന്റെ അന്തിമമായ അഭിപ്രായം പറയാനുള്ള സമയമായില്ല. ആ അഭിപ്രായം പറയാനുള്ള സമയമാകുമ്പോൾ ഞാൻ പറയും. അങ്ങനെ നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായമാണ് എന്ന് ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട. അതിനുള്ള അവസരങ്ങൾ അങ്ങനെ ഒരു അവസരം ഇനിയിപ്പോ വീണ്ടും ഞങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അന്നേരം നിങ്ങളോട് കാര്യങ്ങൾ പറയും. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞ രൂക്ഷമായ വിമർശനങ്ങൾ അത് സ്ഥാനാർത്ഥി ആയി അയാള് നോമിനേഷൻ കൊടുത്തതിന് ശേഷം അയാൾക്ക് പറയാൻ പറ്റുന്നതല്ല. നോമിനേഷൻ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ അയാൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ ആ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അതിന് ചില നിബന്ധനകൾ അല്ലെങ്കിൽ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അതൊരു പ്രത്യേകതയുണ്ട്. അല്ലാതെ ഒരാളിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാം. ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയാം, അല്ലെ വേറൊരാളിനെ കുറിച്ച് വ്യക്തിപരമായി ഇന്നൊക്കെ കാര്യങ്ങളാണ് എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി ആയതിനു ശേഷം മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയുണ്ട്. അതേ ഞാൻ പറഞ്ഞത്. ആ അവസരം ഇപ്പോ കാലേ കൂട്ടി ഉപയോഗിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നു. ഇല്ല, അങ്ങനെ ഒരാളിനെ കുറിച്ച് വ്യക്തമായി അഭിപ്രായം പറയാൻ ഇനിയും സമയമുണ്ട്. ഞാൻ പറയും, അത് പറഞ്ഞല്ലോ. ഇനി ഒന്നുകൂടെ അവസരം താ. അങ്ങനെ നിങ്ങൾ ചോദിച്ചാല് അയാൾ നോമിനേഷൻ കൊടുത്തില്ലല്ലോ. അല്ല, അത് അയാൾ പറഞ്ഞല്ലേ, അയാളുടെ വാക്കല്ലയോ. അയാളുടെ വാക്ക് എങ്ങനെയാ വിശ്വസിക്കുന്നത്? ആദ്യം പറയുന്നു ഞാൻ മത്സരിക്കത്തില്ല, പിന്നീട് പറയുന്നു ഞാൻ അടുത്ത് മത്സരിക്കാൻ പോകുന്നു, എനിക്ക് പണമില്ല എന്ന് പറയുന്നു. അപ്പൊ പണം വേറെ ഏതൊക്കെയോ മേഖലയിൽ നിന്ന് വന്നു എന്ന്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ആള് അല്ലെങ്കിൽ നിങ്ങൾ പരാമർശിക്കുന്ന ആള് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? നിങ്ങൾ ഈ അൻവർ എന്ന് പറയാൻ നിങ്ങൾ എങ്ങനെ ഇതൊക്കെ വിശ്വസിക്കും? ഏത്? അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് റിപ്പോർട്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഒരു രണ്ടഭിപ്രായമല്ല, ഒറ്റ അഭിപ്രായമുള്ളൂ. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു അഭിപ്രായമുള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് ആലോചിച്ചുകൊണ്ട് എടുത്ത തീരുമാനങ്ങൾ മാത്രമാണ്. ഇപ്പോ പ്രതിപക്ഷ നേതാവാണെങ്കിലും ഞാൻ പറയുന്നതല്ല ഒരേ അഭിപ്രായമാണ്. ഒരു സംശയം അല്ല, നിങ്ങളത് വ്യത്യസ്തമാക്കാൻ വേണ്ടി ആക്കാൻ വേണ്ടി ശ്രമം നടത്തിയാലും ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനിയും സ്ഥാനാർത്ഥിത്വം വരട്ടെ. സ്ഥാനാർത്ഥിത്വം വന്നു കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ ഈ അൻവർ എന്ന് പറയാൻ വേറെ ആരും ഇല്ലേ? വേറെ എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ സ്വരാജിനെ കുറിച്ച് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ കുറിച്ച് ചോദിക്കുന്നില്ല? അപ്പൊ എന്തായാലും ഒരു കാര്യമേ ഉള്ളൂ. ഒരു കാര്യം പറയാം, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. അന്നേരവും നിങ്ങളെ കാണണം.
UDF കൺവീനർ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അത് ഒരിക്കലും UDF-നെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് പറയുന്നത്. അത് LDF-നായിരിക്കും ക്ഷീണമുണ്ടാക്കുക. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ നാളെ ഇപ്പോൾ അൻവർ നാമനിർദ്ദേശ പത്രിക നൽകാനിരിക്കുകയാണ്. അത് പിൻവലിക്കാനുള്ള തീയതി വരെ കാത്തിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.